തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ നിന്നും ഇനിയും കേരളത്തിലെ CPM മോചിതരായിട്ടില്ല. 20 സീറ്റിൽ ഒരു സീറ്റ് മാത്രമേ LDFന് അഥവാ CPMന് ലഭിച്ചുള്ളൂ എന്നതല്ല പ്രശ്നം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇതേപോലെ തന്നെ ആകെ കൂടി LDFന്, എന്നാൽ CPMന് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ, അതും ആലപ്പുഴയിൽ നിന്ന്. അതിനുശേഷം ഇവിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം തവണയും മൃഗീയ ഭൂരിപക്ഷത്തിൽ തന്നെ LDF അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഇവിടെ അതല്ല ഇപ്പോൾ ഒരു പ്രശ്നം. കാലങ്ങളായി CPM കൈപ്പടിയിൽ ഒതുക്കി വച്ചിരുന്ന തങ്ങളുടെ സ്വന്തം തട്ടകങ്ങൾ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങൾ, അവിടങ്ങളിലൊക്കെയാണ് വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സാക്ഷാൽ പിണറായി വിജയന്റെ മണ്ഡലത്തിലും അവരുടെ എല്ലാം ബൂത്തിലുമെല്ലാം UDFും BJPയും ഒക്കെ അങ്ങനെ ഇരച്ച് കയറിയിരിക്കുകയാണ്. മാത്രമല്ല, കനത്ത തിരിച്ചടിയിൽ കൂടെയുള്ള ഘടകകക്ഷികളെല്ലാം തന്നെ പിണറായി വിജയനെയും കൂട്ടർക്കുമെതിരെ വലിയ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ചൊരിയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് പോലും CPI അടക്കമുള്ള അത്തരം ഘടകകക്ഷികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനേക്കാൾ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ G. സുധാകരനെ പോലുള്ള CPM നേതാക്കൾ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെയും പിണറായി സർക്കാരിനെതിരായും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായിയെ പേടിച്ച് മാളത്തിലൊളിച്ചിരുന്ന പല CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഇപ്പോൾ വാ തുറന്നിരിക്കുന്നു. കേരളത്തിലെ CPMനെ മാത്രമല്ല, ഇന്ത്യൻ CPMനെയും സാക്ഷാൽ സീതാറാം യെച്ചൂരി എന്ന ആ ദേശീയ സെക്രട്ടറിയെ പോലും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയിട്ടുള്ള പിണറായി വിജയൻ ഒരു ഡ്രില്ല് മാസ്റ്ററായിട്ടുള്ള ഗോവിന്ദൻകുട്ടിയെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിച്ച് പാർട്ടിയെ കൈപ്പടിയിൽ ഒതുക്കിയിട്ടുള്ള പിണറായി വിജയൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളെങ്കിലും കയ്യിൽ നിന്ന് പോകാതെ നോക്കണം. അതിനെന്താണ് പോംവഴി? മുൻകാലങ്ങളിൽ CPM പ്രയോഗിച്ചിരുന്ന അതൊക്കെ തന്നെയാണ്. അക്രമവും ഭീഷണിയും കൊലപാതകവും തന്നെ. അതിൻ്റെ കോപ്പുകൂട്ടലാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളിലെ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ തുരുതുരാ ഇപ്പോൾ ബോംബ് പൊട്ടുകയാണ്. CPMന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള എരഞ്ഞോണിയിലെ ആ ഒഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയ 70 വയസ്സുള്ള ഒരു വൃദ്ധനാണ് പറമ്പിൽ സൂക്ഷിച്ചിരുന്ന ആ ബോംബ് പൊട്ടി ഇപ്പോൾ മരണമടഞ്ഞിട്ടുള്ളത്. വേലായുധൻ എന്ന അദ്ദേഹത്തിൻ്റെ സമീപവാസികൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ പറമ്പിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് എന്ന്. പേടിച്ചിട്ടാണ് ഇത്രയും നാളായി ആരും തന്നെ ഇത് തുറന്നു പറയാത്തതെന്നും ഇനി ഞങ്ങൾ മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീ, സീന എന്ന് പറയുന്ന ആ സ്ത്രീ CPMനെതിരെ തുറന്നടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു BJP പ്രവർത്തകന്റെ വീട്ടിലേക്ക് CPM പ്രവർത്തകൻ ബോംബെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിരുന്നു. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷമാണ് വിവിധ ജയിലുകളിൽ കിടന്നിരുന്ന CPMന്റെ നിരവധി ക്രിമിനലുകളെ ഈ സർക്കാർ ഇപ്പോൾ വിട്ടയക്കുകയോ അഥവാ പരോളിൽ ഇറക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ നാട്ടിൽ അശാന്തി പടർത്തുമെന്നുള്ളത് ഉറപ്പാണ്. നിക്കക്കള്ളിയില്ലാതെ നിൽക്കുകയാണ് CPM. അവരെന്തും ചെയ്യും. കാരണം അവർക്കറിയാവുന്നത് ഭീഷണിയും അക്രമവും കുതികാൽ വെട്ടുമൊക്കെ മാത്രമാണ്. അതുകൊണ്ട് അവരത് ചെയ്യുക തന്നെ ചെയ്യും. അതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ജാഗ്രത പാലിച്ചേ പറ്റൂ.